ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഓഫ് ക്യാമ്പസ് പാണക്കാട്ടേക്ക് മാറ്റാനുള്ള മന്ത്രിസഭാ നീക്കം പ്രതിഷേധാർഹമാണെന്ന് പുനലൂർ എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജു പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്ത് നമ്മുടെ ഫോറിൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓഫ് ക്യാമ്പസ് പുനലൂർ മണ്ഡലത്തിൽപ്പെട്ട കുളത്തൂപ്പുഴയിൽ അരിപ്പയിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിരുന്നു. കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു. ആന്ധ്ര ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. ഏകദേശം 100 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 14 ഭാഷകൾ, വിദേശ ഭാഷകൾ പഠിപ്പിക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിനാണ് പ്ലാനിട്ടിരുന്നത്. അതിനാൽ സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേക ചെലവുകളൊന്നുമില്ല. എന്നാൽ അത് പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ഥലം ഗവൺമെൻറ് നൽകണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം ജില്ലയിൽ കിഴക്കൻ പ്രദേശങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കാവസ്ഥയുടെ കണക്കിലെടുത്ത്, സ്ഥാപനങ്ങളെല്ലാം ഇവിടെ കുറവാണ് ഈ കിഴക്കൻ മേഖല കണക്കിലെടുത്ത്, നമ്മുടെ അരിപ്പയിൽ ഉള്ള സർക്കാർ ഭൂമി 40 ഏക്കർ അതിന് വേണ്ടിയിട്ട് നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള തീരുമാനം കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി സർക്കാർ എടുത്തിരുന്നു. എന്നാൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോഴത്തെ UDF ഗവൺമെൻറ്റിലെ വിദ്യാഭ്യാസ മന്ത്രി വളരെ സങ്കുചിതമായി ഈ കാര്യം എടുക്കുകയും മലപ്പുറത്തേക്ക് ഈ സ്ഥാപനം മാറ്റിക്കൊണ്ടു പോവുകയും ചെയ്തിരിക്കുകയാണ്. വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ മലപ്പുറത്തുണ്ടായിരുന്ന സ്ഥലത്തിൽ നിന്നും ഉദ്ദേശം 70 ഏക്കർ ഇതിനു വേണ്ടിയിട്ട് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനം മന്ത്രിസഭ കൈക്കൊള്ളുകയും അങ്ങനെ ഫോറിൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ ഓഫ് ക്യാമ്പസ് മലപ്പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇത് കൊല്ലം ജില്ലയ്ക്ക് വൻ നഷ്ടമാണ് വരുത്തി വെച്ചിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൊല്ലം ജില്ലയ്ക്ക് ഒരു വലിയ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ജനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ കുളത്തൂപ്പുഴ മേഖലയ്ക്ക് ഇത് മാത്രമല്ല മറ്റു പല നഷ്ടങ്ങളും സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. മണൽ കലവറ നിർത്തൽ ചെയ്തു. അതുപോലെ തന്നെ ഹൈടെക് ഡയറി ഫാമിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതെ ഹാർട്ട് വാൽവ് ഗവേഷണ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം ഏതാണ്ട് നിലച്ചു എന്ന് പറയാം. MRS സ്കൂൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നു. അങ്ങനെ UDF ഗവൺമെൻറ് ഈ മേഖലയെ വൻപിച്ച അവഗണനയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. ഇതിനെതിരായിട്ട് ജനങ്ങൾ വലിയ പ്രക്ഷോഭത്തിൽ കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് വരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കുളത്തൂപ്പുഴ അരിപ്പയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ച ഫോറിൻ ലാംഗ്വേജ് ഓഫ് ക്യാമ്പസാണ് പാണക്കാട്ടേക്ക് മാറ്റാൻ നീക്കം നടക്കുന്നത്. 20-ലധികം വിദേശ ഭാഷകളാണ് ഇവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓഫ് ക്യാമ്പസ് പാണക്കാട്ടേക്ക് മാറ്റുന്നതിന് വിദ്യാഭ്യാസ മന്ത്രിയാണ് മുൻകൈയെടുക്കുന്നതെന്നും ഇത് കൊല്ലം ജില്ലയോട് കാട്ടുന്ന കടുത്ത അവഗണനയാണെന്നും രാഷ്ട്രീയത്തിനതീതമായി ഇതിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.